കുമാരി, മധുവിധ മോഹം കൊണ്ട് അന്തി ഉറങ്ങിയിട്ട് ഞാൻ അംഗത്തിന് പോയാൽ തിരിച്ചു വന്നില്ലെങ്കിൽ? ഈശ്വര, അങ്ങനെ പറയരുതേ. അംഗം കുറിച്ചവർക്ക് അതേ ഓർമ്മ വരികയുള്ളൂ. ഇന്നു മുതൽ ഞാൻ അംഗത്തിന് പോകുന്നവരെ മറ്റാരും കയറാത്ത ഒരു പൂജാമുറി എനിക്കൊരുക്കി തരും. ക്ഷമിക്കണം, പുടവ തരുന്നതിന് മുൻപ് നിന്റെ അറയിൽ കാലുകുത്തിയത് ശരിയല്ലെന്ന് എനിക്കറിയാം. പ്രത്യേകിച്ച് അംഗം നോറ്റിരിക്കുമ്പോൾ. മനസ്സിലായി. അറിവ് കൂടുന്നവർക്കാണ് തെറ്റേറുന്നത്. അതെ അതെ അതെ, കൂടുതൽ അറിവുകൾ നേടാൻ അന്തമില്ലാത്ത തെറ്റുകൾ ചെയ്യേണ്ടി വരും. അങ്ങ് തന്നെ ഒരു തെറ്റിന്റെ സന്തതിയല്ലേ? സത്യം. മാക്കം, നീ ഒരു ഗുരുവിനെ പോലെ സംസാരിക്കുന്നില്ല. നിന്നെ ഭാര്യയായി കിട്ടുന്ന ഞാൻ ഭാഗ്യവാനാണ്. അങ്ങനെ വിവാഹം കഴിക്കാൻ ഉറച്ചോ? മാക്കം, വേദനയാണ് എന്റെ ജീവിതത്തിലെ സമ്പാദ്യം. ജീവിതത്തിൽ കുറച്ചു മാത്രമേ ഞാൻ സന്തോഷിച്ചിട്ടുള്ളൂ. നിന്നെ ആദ്യമായി ഞാൻ കണ്ടപ്പോൾ, നിന്റെ ആങ്ങള സ്ഥാനമാനങ്ങൾ തന്നെ സ്വീകരിച്ചപ്പോൾ, നിന്നെ എനിക്ക് വിവാഹം ഉറപ്പിച്ചപ്പോൾ. ചന്ദ്രപ്പ, പേര് വിളിച്ചതുകൊണ്ട് പരിഭവിക്കരുത്. സ്നേഹം കൂടുതലായാൽ തലമറന്ന് പലതും വിളിച്ചു പോകും. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? പൂർണ്ണമായി. എങ്കിൽ ഞാൻ പറയുന്നത് അങ്ങ് കേൾക്കുമോ? നിശ്ചയമായും. ആരോമലുണ്ണിയുമായുള്ള അംഗം പിൻവലിച്ച് അദ്ദേഹത്തോട് മാപ്പ് പറയാമോ? എന്താ സംശയിക്കുന്നത്? അങ്ങ് എന്തിനെന്റെ മുറിയിൽ കയറി വന്നു? അംഗത്തട്ടിലേക്ക് പോകുന്ന ഭർത്താവ് ഭാര്യയുടെ മുറിയിൽ കടക്കുന്നത് എന്തിനാണെന്ന് ഞാൻ പറയണോ? വേണ്ട. പിന്നെ എന്തുകൊണ്ട് ഭാര്യയുടെ അവസാനത്തെ ആഗ്രഹം സാധിക്കുന്നില്ല? പറയുന്നു. കണ്ടില്ലേ നിങ്ങളുടെ പെറ്റ തള്ള പടുന്ന പാട്? ധീരനായ പടയാളി, നിങ്ങൾക്ക് ലജ്ജയുണ്ടോ? ഒരു സ്ത്രീയുടെ കൂടെ അന്തി ഉറങ്ങിയിട്ട് അംഗത്തിന് പോകുന്ന നിങ്ങൾ തിരിച്ചു വന്നില്ലെങ്കിൽ? ആ സ്ത്രീ ഗർഭിണിയായെങ്കിൽ പ്രസവിച്ച് ഉരപ്പുരയിൽ കിടക്കണമല്ലേ? ആ കുഞ്ഞിന്റെ കഴുത്ത് ഞെരിച്ച് കൊല്ലണമല്ലേ? കൂടയിലാക്കി കോരപ്പുഴയിൽ ഒഴുകണമല്ലേ? എല്ലാ തെറ്റും സ്ത്രീക്ക്. ഒടുവിൽ നിങ്ങളെ പോലെ ദുരഭിമാനത്തിന്റെ വാടും പിടിച്ച് അവൻ അംഗം കുറിക്കണമല്ലേ? പോയി ചന്ദ്രപ്പൻ ഇപ്പൊ എവിടുന്ന് വരുന്നു? ഞാൻ അംഗം നോറ്റിരിക്കുന്ന ആളല്ലേ. മാക്കത്തിന്റെ ആശീർവാദം വാങ്ങാൻ പോയിരുന്നു. എന്നിട്ട് ആശീർവദിച്ചു? ആശീർവദിച്ചു. നല്ലത്. എല്ലാം ഈശ്വരവിധി പോലെ നടക്കട്ടെ. എന്തായാലും അംഗത്തട്ട് പൂർത്തിയാക്കി കൊടിയും കുത്തി പോരുവേ. ശുദ്ധികർമ്മവും പ്രത്യേക പൂജയും വഴിപാടും എല്ലാ ക്ഷേത്രങ്ങളിലും നടക്കട്ടെ. മഹാരാജാവ്, കടത്തനാട് നിന്ന് ഉണ്ണിയാർച്ചമ്മ മുഖം കാണിക്കാൻ എത്തിയിരിക്കുന്നു. ഉണ്ണിയാർച്ചയോ? വേഗം കൂട്ടിക്കൊണ്ടുവരും. മോനെ ആരോ മുന്നി. അമ്മേ, കരയുന്നോ മോളെ? ഭർത്താവ് അംഗത്തിന് പോകുമ്പോൾ ഭാര്യയുടെ കണ്ണീർ ദുശകുനമാണ്. ധീരനായ ഭർത്താവ് അംഗം വെട്ടി ജയിച്ചു വരാൻ സിന്ദൂര തിലകം ചാർത്തി അനുഗ്രഹിച്ചു വിടണം. വരും മോളെ.
കണ്ണപ്പുണ്ണി എന്തേ? അവനെ ഞാൻ വീട്ടിലേക്ക് അയച്ചു. അച്ഛന്റെയും അമ്മയുടെയും അപ്പൂപ്പന്റെയും അനുഗ്രഹം വാങ്ങാൻ. മോനെ അനുഗ്രഹിക്കാനാണ് അമ്മയും എത്തിയത്. അമ്മ അനുഗ്രഹിച്ചിട്ട് ഇന്നോളം ജയമല്ലാതെ മറ്റൊന്നും ഉണ്ടായിട്ടില്ല. അമ്മ എന്തിനു സംശയിക്കുന്നു? അമ്മയുടെ കൈകൊണ്ട് തന്നെ ഈ വാൾ അനുഗ്രഹിച്ചു തരേ. ഇതാ. എന്റെ പൊന്നുമോന്റെ മയ്യിൽ കാറ്റൊന്ന് ആഞ്ഞടിച്ച അമ്മയുടെ ഉള്ളു നോകും. നിന്നെക്കാൾ വലിയൊരു ഭാഗ്യം ഈ അമ്മയ്ക്കിനി കിട്ടാനില്ല. അമ്മേ, അമ്മ കരയുന്നു. ഇതാ വാൾ പിടിക്കും. അമ്മ ചൊല്ലണത് കേൾക്കും. എന്റെ പൊന്നുമോന്റെ കൈകൊണ്ട് ഈ വാൾ കൊണ്ട് ചന്ദ്രപ്പന്റെ ഒരു തുള്ളി ചോര പിടിക്കരുത്. അമ്മേ, പുകഞ്ഞു നിൽക്കാതെ അമ്മയുടെ തലയിൽ തൊട്ട് സത്യം ചെയ്യും. അമ്മയുടെ മകൻ അംഗം ജയിക്കണ്ടേ? എന്റെ മോൻ അംഗം തോക്കണം. നിന്റെ ആരോമൽ അമ്മാവന്റെ മകൻ അംഗം ജയിക്കണം. എതിർവാക്ക് പറയുന്നതിൽ ക്ഷമിക്കണം. ആരെല്ലാം പറഞ്ഞാലും ആരോമുണ്ണി അംഗത്തെ തോക്കില്ല. ഉത്തൂരം വീട്ടിൽ ആരെയും ഇതുവരെ അംഗത്തട്ടിൽ തോറ്റുമെന്ന കഥയുണ്ടോ അമ്മേ? തുള്ളിനമ്മേ, തുള്ളി. ആരോമുണ്ണി നിന്റെ ശത്രുവും പുത്തൂരം വീട്ടിലെ ചോരയാണ്. എന്റെ നേരാങ്ങളേന്റെ ചോരയാണ്. ഇതെല്ലാം കാണാനും കേൾക്കാനും ചൊല്ലിത്തരാനും ഇല്ലാണ്ട് ഊരും വാരിപ്പിടിച്ച് ചോരയിൽ മുങ്ങിയ കച്ചയായി എങ്ങാണ്ടോ നിന്ന് ചൊല്ലണമോനെ എന്റെ നേരാങ്ങളെ. ആർക്കേ എന്റെ പൊന്നുമോനെ കൊല്ലരുതേ, എന്റെ പൊന്നുമോനെ കൊല്ലരുതേ എന്ന്. ആരോമുണ്ണി എന്റെ മോനേക്കാൾ വലുതാണ് എനിക്കെന്റെ നേരാങ്ങളെ. ഇതെല്ലാം കാണാനും കേൾക്കാനും ചൊല്ലിത്തരാനും ഇല്ലാണ്ട് ഊരും വാരിപ്പിടിച്ച് ചോരയിൽ മുങ്ങിയ കച്ചയായി എങ്ങാണ്ടോ നിന്ന് ചൊല്ലണമോനെ എന്റെ നേരാങ്ങളെ. ആർക്കേ എന്റെ പൊന്നുമോനെ കൊല്ലരുതേ, എന്റെ പൊന്നുമോനെ കൊല്ലരുതേ എന്ന്. ആരോമുണ്ണി എന്റെ മോനേക്കാൾ വലുതാണ് എനിക്കെന്റെ നേരാങ്ങളെ. എല്ലാം ഞാൻ മനസ്സിലാക്കണം. ഞാൻ നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും എന്റെ നേരം മാമ എന്റെ മുന്നിൽ നിൽക്കണം. എല്ലാം എനിക്ക് ചൊല്ലിത്തരണം. എന്റെ അമ്മാവന്റെ മകൻ ജയിക്കണം, ഞാൻ തോക്കണം. എന്റെ അമ്മയുടെ ആഗ്രഹത്താലും എന്റെ അമ്മാവന്റെ ആഗ്രഹത്താലും ഞാൻ മരിക്കാമെന്നേ. നീ എന്റെ ചങ്കിലാണാ കുട്ടിയത്. അയ്യോ അമ്മ, അമ്മ കരയില്ല. ഞാൻ അങ്കച്ചകവനല്ലേ. വാളും വാളും ഏറ്റുമുട്ടിയാൽ ചിലപ്പോ ഞാൻ എന്നെ തന്നെ മറന്നു വന്നവരെ. അമ്മയോടുള്ള വാക്ക് പാലിക്കേണ്ടി പോയതല്ലേ. വേണ്ടേ? അയ്യോ എന്റെ ശക്തി ഇപ്പോഴേ നശിക്കട്ടെ. വാർന്നു പോകട്ടെ. ഈ കൈ കൊണ്ട് ഇനി പരി പിടിക്കാൻ കൽപ്പില്ലാണ്ട് പോകട്ടെ അമ്മേ.